നമസ്കാരം. പാകിസ്ഥാൻ വ്യോമസേന തുർക്കിയിൽ നിന്നും അത്യാധുനിക ഡ്രോണുകൾ വാങ്ങാൻ ഒരുങ്ങുന്നതിനെ പ്രതിരോധിക്കാനുള്ള ചട്ടക്കൂട് ഒരുക്കുകയാണ് ഇന്ത്യ. ഓസ്ട്രേലിയയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത MQ-28 ഗോസ്പാറ്റ് ഡ്രോണുകൾ സ്വന്തമാക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. എന്തായാലും തുർക്കിയുടെ ബെയ്റാത്തക്കർ കിസ്ലമിലെ ഡ്രോണുകൾ പാകിസ്ഥാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടിങ്ങിനിടെയാണ് ഇന്ത്യയുടെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. സ്റ്റെൽത്ത് ശേഷിയുള്ള കിസ്ലൽമ ഡ്രോണുകൾ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ട്. ഇതിന് ബദലായിട്ടാണ് ഗോസ്റ്റ് ബാറ്റിനെ ഇന്ത്യ പരിഗണിക്കുന്നത്. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു അപൂർവ വവ്വാലിന്റെ പേരാണ് ഈ ഡ്രോണിന് നൽകിയിരിക്കുന്നത്. മറ്റു വവ്വാലുകളെ പോലെ പഴങ്ങളോ പ്രാണികളോ മാത്രമല്ല ഇവ കഴിക്കുന്നത്. ഇവ യഥാർത്ഥ മാംസഭോജികളാണ്. ഇരകളെ വേട്ടയാടി പിടിക്കുന്നതിനുള്ള ഇവയുടെ സവിശേഷമായ കഴിവുകളെയാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരകളുടെ നേരിയ ചലനം പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന ശക്തമായ സംവേദന ഇന്ദ്രിയങ്ങളാണ് ഗോസ്റ്റ് ബാറ്റ് വവ്വാലുകൾക്കുള്ളത്. ഇവയെ പോലെ ക്ഷമയോടെ കാത്തിരുന്ന് ശത്രുവിനെ വേട്ടയാടി നശിപ്പിക്കുവാനുള്ള കഴിവുള്ള പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ് MQ-28 ഗോസ്റ്റ് ബാറ്റ്. ബോയിങ് ഓസ്ട്രേലിയ വികസിപ്പിച്ചെടുത്ത ഈ ആളില്ലാ വിമാനം യുദ്ധവിമാനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. 3700 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇതിന് മാക്സ് 0.9 വേഗതയിൽ പറക്കാൻ സാധിക്കും. അതായത് 40,000 അടിയിലധികം ഉയരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇതിന് മനുഷ്യ സഹായമില്ലാതെ ശത്രുക്കളെ കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. ഈ അത്യാധുനിക പൈലറ്റില്ല യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഗണ്യമായി വർദ്ധിപ്പിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2025 ഡിസംബറിൽ നടന്ന ഒരു പരീക്ഷണത്തിൽ ഗോസ്ബാറ്റ് ഡ്രോൺ ആകാശത്ത് വെച്ച് ശത്രുവിനെ സ്വയം നേരിടാൻ പ്രാപ്തമാണ് എന്ന് തെളിയിച്ചിരുന്നു. ഇത്തരം ശേഷിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രോണുകളിൽ ഒന്നുകൂടിയാണിത്. മനുഷ്യൻ നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഈ ഡ്രോണുകൾ വിശ്വസ്തനായ ഒരു തുണക്കാരനെ പോലെയാണ് പറക്കുന്നത്. പൈലറ്റില്ല വിമാനമായത് കൊണ്ട് തന്നെ അപകട സാധ്യതയേറിയ ദൗത്യങ്ങളിലേക്ക് പൈലറ്റുള്ള വിമാനങ്ങൾക്ക് മുന്നേ ഇവ കടത്തിവിടാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും ഒരു പൈലറ്റ് റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ടതില്ല. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സ്വയം പറക്കാനും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനും ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും ഇതിന് കഴിയുന്നുണ്ട്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനുള്ള ഡിസൈനും സാങ്കേതിക വിദ്യയുമാണ് ഇതിനുള്ളത്. സ്റ്റെൽത്ത് ശേഷി നഷ്ടപ്പെടാതിരിക്കാൻ ആയുധങ്ങൾ വിമാനത്തിന് പുറത്തല്ല, മറിച്ച് ഉള്ളിലെ പ്രത്യേക അറകളിലാണ് സൂക്ഷിക്കുന്നത്. ശത്രു വിമാനങ്ങളെയും മറ്റ് ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഇടത്തരം ദൂര മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കാം. കരയിലെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഗൈഡഡ് ബോംബുകൾ, ചെറിയ തരം മിസൈലുകളും ഇതിന് വഹിക്കാനാകും. ഇതിൽ ആയുധങ്ങൾ മാത്രമല്ല ഉള്ളത്, ശത്രുക്കളുടെ റഡാറുകളെയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും തകരാറിലാക്കാനുള്ള ഇലക്ട്രോണിക് ജാമറുകളും ഘടിപ്പിക്കാൻ സാധിക്കും. 2026 മെയ് മാസത്തിൽ കാൻബറയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ വ്യോമസേനാ തല ചർച്ചകളിൽ ഗോസ്ബാറ്റിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു എന്നാണ് റിപ്പോർട്ട്. എയർ വൈസ് മാർഷൽ സഞ്ജീവ് തലിയോൺ ഡ്രോണിന്റെ പ്രവർത്തനക്ഷമത നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഗോസ്ബാറ്റിന്റെ മുൻഭാഗം അവശ്യാനുസരണം മാറ്റാൻ സാധിക്കുമെന്നത് വലിയ പ്രത്യേകതയാണ്. നിരീക്ഷണം, ഇലക്ട്രോണിക് വാർഫെയർ, പ്രിസിഷൻ സ്ട്രൈക്ക് എന്നിവയുമായി ഡ്രോണിനെ സജ്ജമാക്കാൻ ഇതിലൂടെ എളുപ്പം സഹായിക്കും. ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുമെന്നത് ഇന്ത്യയെ ആകർഷിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ സുഖോയ് 30 MKI വരാനിരിക്കുന്നത് AMSC തുടങ്ങിയ വിമാനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇതിന് കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുവാനും അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ പാകിസ്ഥാനേക്കാൾ മുൻതൂക്കം നിലനിർത്തുന്നതിനും ഈ കരാർ ഇന്ത്യയെ സഹായിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക തല ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഗൗരവതരമായ ചർച്ചകളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. എങ്കിലും ഈ പൈലറ്റില്ല വിമാനത്തിന്റെ സവിശേഷതകൾ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം.